ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖവും ക്ഷേമവും എന്ന് പ്രത്യാശിക്കുന്നു. ക്രിസ്തുവിൽ ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവരുടെ ജീവിതവും സന്തോഷപ്രദമാകട്ടെ എന്നാഗ്രഹിക്കുന്നു. ആധ്യാത്മിക പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആധ്യാത്മിക സാധനകളും പ്രാർത്ഥനാ രീതികളുമൊക്കെ നാം പരിശീലിക്കുന്നതും പിൻചൊല്ലുന്നതും എന്തെങ്കിലുമൊക്കെ കാരണം അതിൻ്റെ പുറകിലുണ്ടാകുമ്പോഴാണ്. പ്രത്യേകിച്ചും ജീവിതം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, വാസ്തവത്തിൽ ഭൗതിക സാഹചര്യങ്ങളിൽ നാം തൃപ്തരല്ല. ഇത് ഭൗതിക സാഹചര്യങ്ങളുടെ എന്തെങ്കിലും ഒരു കുറവ് കൊണ്ടോ കുഴപ്പം കൊണ്ടോ ആണ് തെറ്റിദ്ധരിക്കരുത്. ഭൗതിക സാഹചര്യങ്ങൾക്ക് നമ്മെ സമ്പൂർണ്ണമായി തൃപ്തിപ്പെടുത്താനാകില്ല. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മെ തൃപ്തിപ്പെടുത്തിയിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും നാം ഭക്ഷിക്കില്ലായിരുന്നു. വിശപ്പ് പിന്നെയും ശേഷിക്കുന്നു. അതേപോലെ എന്തൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിഞ്ഞാലും പ്രതിസന്ധികൾ പിന്നെയും മുമ്പിൽ നിൽക്കും. കാരണം നിരന്തരമായ ഒരു പരിശ്രമം നമുക്ക് ആവശ്യമുണ്ട് നമ്മിലേക്ക് തന്നെ എത്തിച്ചേരാൻ. നാം നമ്മെ തിരിച്ചറിയുകയും നമ്മുടെ അകമേ വസിക്കുന്നവനെ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് പരിപൂർണത പ്രാപിക്കാൻ സാധ്യമല്ല. തൃപ്തി എന്നത് ഒരു ന്യൂട്രൽ പൊസിഷനാണ്. അവിടെ എത്തിച്ചേർന്നാൽ പിന്നെ മറ്റൊന്ന് വേണ്ടി വരില്ല. പക്ഷെ ഒരു അതൃപ്തി നമ്മെ എപ്പോഴും വേട്ടയാടുന്നുണ്ട്. ചോദ്യങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നത് പോലെ, ഒരു മറുപടിയും ഉത്തരമാകാത്തതുപോലെ ജീവിതത്തിൽ നാം നേടുന്നതൊന്നും നമ്മെ തൃപ്തരാക്കില്ല. ഈ അതൃപ്തി യഥാർത്ഥത്തിൽ സമ്പൂർണത പ്രാപിക്കാനുള്ള ഒരു ദാഹമായി ദൈവം നമ്മിൽ നിലനിർത്തിയിട്ടുണ്ട്. ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ നമുക്ക് ശാശ്വതമായ സമാധാനം അനുഭവിക്കാൻ സാധ്യമല്ല. എഫെസ്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം പറയും, അവൻ നമ്മുടെ സമാധാനമാണ്, ശത്രുതല മുതലുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഇരുകൂട്ടർ ദൈവവും നമ്മളുമാണ്. ദൈവവും നമ്മളുമായുള്ള ബന്ധം സ്ഥായി ഭാവത്തിൽ ഉറയ്ക്കാതെ സമാധാനത്തിലാകാൻ, തൃപ്തിയിലാകാൻ നമുക്ക് കഴിയില്ല. 2006 എൻ്റെ ഓർമ്മ, ഉത്തരാഖണ്ഡിൽ നടന്ന ഒരു ധ്യാനം. ആ ധ്യാനം ഒരു കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് ഒരു പുരോഹിതനാണ്. നമ്മൾ പറയുന്നതൊക്കെ ആവേശപൂർവ്വം ഹിന്ദിയിൽ പ്രഘോഷിക്കുന്ന ഒരു പുരോഹിതൻ. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വളരെ ആത്മപ്രേരിതമായിട്ടാണ്. നാം പറയുന്ന അതേ ബലം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകമായൊരു സ്നേഹവും ഒരു താല്പര്യവും അദ്ദേഹത്തോട് എനിക്കുണ്ടായിരുന്നു. കൺവെൻഷൻ ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കൺവെൻഷൻ അവസാനിക്കും. 7 മണിയോടുകൂടി എല്ലാം അവസാനിക്കും. അതിനുശേഷം പിന്നെ ആരാധനയ്ക്കായി ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കാറാണ് പതിവ്. അങ്ങനെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ പുരോഹിതനും അടുത്തു വന്നിരുന്നു. അദ്ദേഹം കുറേ നേരമൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്കും പോകുന്നുണ്ട്. കാരണം അദ്ദേഹം വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അസ്വസ്ഥചിത്തനാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് എന്നോട് ചോദിച്ചു, ഒന്ന് സംസാരിക്കുന്നതിൽ വിരോധമുണ്ടോ? വാസ്തവത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ 2 സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഒരു കൊടും പാതകമായിട്ടും എനിക്ക് തോന്നിയില്ല. വേറെ ആരും അവിടെയില്ല. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സംസാരിക്കുന്നത് എന്തായാലും ലൗകിക വിഷയങ്ങളാകില്ലല്ലോ. അപ്പം അദ്ദേഹം എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു ദൈവാനുഭവമില്ല. നമ്മളെല്ലാം തേടുന്നത് ദൈവാനുഭവമാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ ദൈവാനുഭവമാണല്ലോ. അപ്പം അദ്ദേഹം എൻ്റെ അടുത്തിരുന്നിട്ട് പറയുന്നത്, എനിക്ക് ഒരു ദൈവാനുഭവമില്ല. ഞാൻ പകൽ കണ്ടത് വളരെ തീക്ഷ്ണതയോടെ ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഊർജ്ജസ്വലനായ, ആത്മാവിൽ ജ്വലിക്കുന്ന ഒരു പുരോഹിതനെയാണ്. അദ്ദേഹം ഒറ്റയ്ക്കായപ്പോൾ പറയുന്നു, എനിക്കൊരു ദൈവാനുഭവമില്ല. ഞാൻ അദ്ദേഹത്തോട് നിരവധി കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ അഭിഷേകത്തിലും സ്നേഹത്തിലും എനിക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് ബോധ്യമാകുന്നില്ല, വ്യക്തിപരമായൊരു അനുഭവമായിട്ട് മാറുന്നില്ല.
ദൈവവും പ്രാർത്ഥനയും മാനസാന്തരവും ഒക്കെ വ്യക്തിപരമായി ഉണ്ടാകേണ്ട അനുഭവമാണ്. ആ വ്യക്തിപരമായ അനുഭവം ഉണ്ടായില്ലെങ്കിൽ അത് വേദനാജനകവുമാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ജോൺ ഓഫ് ദി ക്രോസിനെ കുറിച്ച്, ആധ്യാത്മികമായ ഇരുണ്ട രാത്രികളിലൂടെ ഉള്ള യാത്രയെക്കുറിച്ച്, ദൈവത്തിൻ്റെ പരമോന്നത സിംഹാസനത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഞാനിത് ആളുകളോട് പറയാറുണ്ട്, ജീവിതത്തിലുണ്ടാകുന്ന വൈഷമ്യങ്ങളെ, മരുഭൂമി അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് അനുഭവം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ എനിക്കൊരു ദൈവാനുഭവമില്ല. ഞാൻ പിന്നെ ഇഗ്നേഷ്യസ് ലയോളയുടെ ആധ്യാത്മിക സാധനയെക്കുറിച്ച്, അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര ഹർമ്മത്തെക്കുറിച്ച്, അങ്ങനെ വിശുദ്ധാത്മാക്കളിൽ വിളങ്ങിയിരുന്ന പ്രാർത്ഥനാനുഭവങ്ങളെയും അവയിലൂടെ അവർ എത്തിച്ചേർന്ന ഉന്നത പദവിയൊക്കെ കുറിച്ച് അദ്ദേഹത്തോട് വളരെയധികം സംസാരിച്ചു. അദ്ദേഹം ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതിൻ്റെ അവസാനം എന്നോട് പറഞ്ഞത്, ഇതെനിക്കറിയാം, ഞാനിത് ആളുകളോട് പറയാറുണ്ട്, പക്ഷേ എനിക്ക് ഒരു ദൈവാനുഭവമില്ല. എനിക്ക് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുപോലെ അനുഭവപ്പെട്ട ഒരു സമയമാണ്. അദ്ദേഹം ഒരു അറിവില്ലാത്ത ആളല്ല. അദ്ദേഹം പുരോഹിതനാണ്, പ്രാർത്ഥനയിൽ നിഷ്ഠയുള്ളവനാണ്, ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുന്നവനാണ്, ആത്മാവിൽ ജ്വലിക്കുന്ന സംസാരം അദ്ദേഹത്തിനുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായി ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല. ദൈവാനുഭവം ഇല്ലാതെ പോകുന്നത് ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വേദനാകരമായൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ജീവിതം മുഴുവൻ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ച് ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നത് പരമപ്രധാനമായി കണ്ട് മുൻപോട്ട് പോകുന്ന ഒരു വയോധികനായ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ വേദനാകരമായിട്ടെന്നുണ്ട്. എന്നും ബലിയർപ്പിക്കുന്ന, ബലിമേശയിൽ അവനവനെ തന്നെ സമർപ്പിക്കുന്ന ഒരു പുരോഹിതൻ, ക്രിസ്തുവിൻ്റെ യാഗത്തിൽ അപ്രകാരം ഗാഢമായി അലിഞ്ഞു ചേരുന്ന ഒരാൾക്ക് ദൈവാനുഭവം ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കാണ് ദൈവാനുഭവം ഉണ്ടാകുക? ഉത്തരം മുട്ടിയ ഞാൻ അല്പനേരം മൗനമായിരുന്നപ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ ആത്മകഥം പോലെ എന്നോട് പറഞ്ഞു, ഞാൻ കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്, യാമപ്രാർത്ഥനകളെല്ലാം നടത്തുന്നുണ്ട്, ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന നിരന്തരം അർപ്പിക്കുന്നുണ്ട്, ദൈവവചനം പ്രഘോഷിക്കുന്നുണ്ട്, ചിട്ടയായ ജീവിതമാണ് ഞാൻ നയിക്കുന്നത്, പരമാവധി പെർഫെക്റ്റ് ആയിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ചെയ്യുന്നതൊക്കെ പുരോഹിതരെല്ലാം ചെയ്യുന്നതായിരിക്കണം, സന്യാസികളെല്ലാം ചെയ്യുന്നതായിരിക്കണം, അതിലേറ്റക്കുറച്ചിലുകളുണ്ടാകാം, എങ്കിലും ചെയ്യുന്നതാവണം. പക്ഷെ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. പരമാവധി പെർഫെക്റ്റ് ആകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആരുടെ മുമ്പിലിരുന്നാണ് ഈ സംഭാഷണം നടത്തുന്നതെന്ന് ആലോചിക്കണം. പരിപൂർണതയായ തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരാൾ പറയുകയാണ്, ഞാൻ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഉള്ള ഒരു വലിയ വീഴ്ച, ആധ്യാത്മിക വഴിയിലുള്ള വീഴ്ച ഈ പെർഫെക്ഷനിസമാണ്. എങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കാം, നല്ലവനായിരിക്കാം? നമ്മൾ ഓരോ കാലത്തും ഓരോ തരത്തിൽ നമ്മെക്കുറിച്ചൊരു സങ്കല്പം വെച്ച് പുലർത്തും. അതിലൊരു സങ്കല്പമാണ് ഈ സമ്പൂർണനാകുക, പെർഫെക്റ്റ് ആയിരിക്കുക, നല്ലവനായിരിക്കുക എന്നതൊക്കെ. വാസ്തവത്തിൽ നമ്മെക്കുറിച്ചുള്ള അവബോധത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ ഇടിവാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവത്തിൻ്റെ പിന്നിലുള്ളത്. ആധ്യാത്മിക വഴിയിലുള്ളവരൊക്കെ സ്വയം പങ്കുവയ്ക്കുന്ന വേദികളിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്നെയും ഞാൻ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരാൾക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കാൻ എത്രത്തോളം കഴിയും? നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, നമ്മെ കാണുന്നത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗം പോലും നിർമ്മലമല്ല എന്നാണ് വചനം പറയുക. അദ്ദേഹം ഇത് പറയുമ്പോൾ ഞാൻ ഓർത്തത് ജോബിൻ്റെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 5ഉം 6ഉം തിരുവചനങ്ങളാണ്. അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ പിന്നെ കൃമിയായ മനുഷ്യന്, പുഴുവായ മനുഷ്യപുത്രന്റെ സ്ഥിതി എന്ത്? നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലരായിരിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ കുറവുകളും പോരായ്മകളും തിരിച്ചറിയാനേ കഴിയൂ. എപ്പോഴൊക്കെ നാം നിർമ്മലരാകാൻ ശ്രമിക്കുന്നുവോ, എപ്പോഴൊക്കെ നാം പരിപൂർണതയിലേക്ക് എത്തിച്ചേരാൻ ബലപ്രയോഗം നടത്തുന്നുവോ, ദൈവസന്നിധിയിൽ അത് കാപഢ്യമായിട്ട് മാത്രമേ കാണപ്പെടൂ. മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാൻ കഴിയും. എന്നെ കാണുന്ന നിങ്ങൾ എൻ്റെ വേഷമാണ് കാണുക.
എന്നെ അടുത്തറിയും തോറും എൻ്റെ നൂറ് കുറവുകൾ നിങ്ങൾക്ക് ബോധ്യമാവും. ദൂരെ നിന്നൊരു കാണുന്ന ഒരാൾ വളരെ നല്ലവനായും ആത്മാവിൽ നിറഞ്ഞവനായും ഒരുപക്ഷെ കരുതിയേക്കാം. അടുത്തറിയും തോറും നമ്മുടെ കുറവുകളും പോരായ്മകളും അറിയും. അതുകൊണ്ടാണല്ലോ അടുത്തു വരുന്നവരാണ് എപ്പോഴും എതിർപ്പുകൾ പ്രകടിപ്പിക്കുക. അകലെ നിന്ന് വണങ്ങാൻ എളുപ്പമാണ്, അടുത്തു നിന്ന് വണങ്ങാൻ ഏറെ ബുദ്ധിമുട്ടും. അകലെ നിന്ന് സ്നേഹിക്കാൻ എളുപ്പമാണ്, സ്നേഹത്തിൽ അടുത്തടുത്ത് വരുന്തോറും നാം തിരിച്ചറിയുന്നത് നമ്മുടെ കുറവുകളും പോരായ്മകളുമാണ്. ക്രിസ്തുവിനോട് അടുക്കും തോറും വെളിച്ചം കൂടുതൽ നമ്മുടെ മേൽ വീഴും. അപ്പോൾ കൂടുതൽ കുറവുള്ളവരായി നാം കാണപ്പെടും. ജോബിന്റെ പുസ്തകത്തിൽ തന്നെ 15-ാം അധ്യായത്തിൽ 15-ാം തിരുവചനം വചനം പറയുന്നത്, തൻ്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗം പോലും നിർമ്മലമല്ല. പരമപരിശുദ്ധിയായ തമ്പുരാന്റെ മുമ്പിലാണ് നാം ഇരിക്കുന്നത്. പരിപൂർണതയായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ശ്രമിക്കുന്നത് ഈ പരിപൂർണതയിൽ എത്തിച്ചേരാനാണ്. വാസ്തവത്തിൽ നമ്മുടെ നല്ലവരാകാനുള്ള ശ്രമങ്ങൾ അബദ്ധമാണ് എന്ന് നാം തിരിച്ചറിയണം. നാം നല്ലവരാകുകയല്ല, അനുതാപപൂർണം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുകയാണ് കരണീയം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും നേരം സംസാരിച്ചിട്ടും ദൈവാനുഭവത്തിന് തടസ്സമാകുന്ന കാര്യം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലായിരുന്നു. പക്ഷേ അങ്ങ് ഇപ്പോൾ പറഞ്ഞ ഈ വാക്കിൽ അങ്ങയുടെ ജീവിതത്തിന് മാർഗതടസ്സമാകുന്ന ദൈവാനുഭവത്തെ ചെറുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെളിവായിരിക്കുന്നു. അത് പെർഫെക്ഷനിസമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ കുമ്പസാരിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നു, ഞാൻ നല്ല ജീവിതം നയിക്കുന്നു, പരമാവധി നല്ലവനായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സ്വയം നീതീകരണമുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവേഷ്ടപ്രകാരമാണ് എന്ന് ഒരു തീരുമാനമുണ്ട്. മാനസാന്തരത്തിനെതിരായ, അനുതാപത്തിനെതിരായ ഒരു തിന്മ അതിനകത്ത് പതിയിരിപ്പുണ്ട്. കുറവേതുമില്ലാത്തവരാകാനല്ല നാം ശ്രമിക്കുന്നത്, അനുതാപപൂർണം കർത്താവിനെ പിൻചൊല്ലാനാണ്. അനുതാപത്തോടെ കർത്താവിൻ്റെ പിന്നാലെ യാത്രയാകാനേ കഴിയൂ. പരിപൂർണരായിട്ട് കർത്താവിനെ അനുഗമിക്കാൻ സാധ്യമല്ല. ഈശോയെ നല്ലവനെന്ന് വിളിച്ചൊരു യുവാവ് തൻ്റെ ജീവിതം പരിപൂർണത പ്രാപിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 18-ാം തിരുവചനത്തിൽ, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ക്രിസ്തു കൊടുക്കുന്ന ഉത്തരം ഒരു ചോദ്യമായിട്ടാണ്. നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? നല്ലവൻ ഒരുവൻ മാത്രം, അവൻ ദൈവമാണ്. ആ പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നീ നല്ലവനെന്ന് വിളിക്കുന്നത് എന്നെ പ്രലോഭിപ്പിക്കാനല്ലേ? രണ്ടാമത്, നല്ലവൻ എന്ന് നീ എന്നെ വിളിക്കുമ്പോൾ ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ വിളിക്കുന്നത് എന്നൊരു ചോദ്യവും അതിനകത്തുണ്ട്. യേശു അവനോട് കൽപ്പനകളെക്കുറിച്ച് ചോദിക്കുന്നു. കൽപ്പനകളെല്ലാം ബാല്യകാലം മുതലേ പാലിക്കുന്ന ഒരുവനാണ് ഈ അധികാരി. കൽപ്പനകൾ പാലിക്കുകയാണ് വിശുദ്ധ ജീവിതമെന്ന് കരുതിയിരുന്ന ഒരു പഴയകാല ജനതയാണ് ഈ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. നമ്മളിപ്പോഴും അങ്ങനെയാണല്ലോ. കൽപ്പനകളെല്ലാം എണ്ണി നോക്കി തിട്ടപ്പെടുത്തി കുറവേതുമില്ലെന്ന് ഉറപ്പാക്കി ദൈവസന്നിധിയിലായിരിക്കാൻ താല്പര്യപ്പെടുന്നവർ. വാസ്തവത്തിൽ ആത്മാംശം നഷ്ടപ്പെട്ട് കൽപ്പനകൾ പാലിക്കുന്നതിൻ്റെ പിഴവിനെ കുറിച്ചാണ് ക്രിസ്തു പറയുക. അതുകൊണ്ടാണ് നിനക്കൊരു കുറവുണ്ട് എന്ന് യേശു പറയുക. കൽപ്പനകളെല്ലാം പാലിക്കുന്ന നീ, ബാല്യകാലം മുതലെല്ലാം ശീലിക്കുന്ന നിനക്ക് ഒരു കുറവുണ്ട്. ആ കുറവ് നിനക്കുള്ള എന്തിലോ നീ അടയിരിക്കുന്നതാണ്. നമുക്കെല്ലാം ഒരു കുറവുണ്ട്. ആ കുറവ് ഏതാണെന്ന് തിരിച്ചറിയുക, ദൈവത്തോടുള്ള അകലം എത്രത്തോളമുണ്ടെന്ന് തിരിച്ചറിയുക എന്നതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതാണ് അങ്ങയുടെ പ്രശ്നം. അങ്ങേക്ക് ഒരു കുറവുണ്ട് എന്നല്ല അങ്ങ് ചിന്തിക്കുന്നത്, അങ്ങ് പരമാവധി ശ്രമിക്കുന്നുണ്ട്, ഇത് സാധിക്കുന്നില്ല. ദൈവാനുഭവം യഥാർത്ഥത്തിൽ അങ്ങനെ സാധിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല. ദൈവസന്നിധിയിൽ എളിമയോടെ ആയിരിക്കുമ്പോൾ, താഴ്മയോടെ ആയിരിക്കുമ്പോൾ, നമ്മുടെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മിൽ ചൊരിയുന്ന കാരുണ്യമാണ് യഥാർത്ഥത്തിൽ ദൈവാനുഭവം. ആത്മാനുതാപത്തിലൂടെ അല്ലാതെ
ഒരിക്കലും ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ കുറവുകളും പരിമിതികളും എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുകയും ദൈവസന്നിധിയിൽ ഞാനിതാ നിന്റെ സന്നിധിയിൽ ഞാൻ ഈ കുറവുള്ളവനാണ് എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവകാരുണ്യം നമ്മിലേക്ക് ഒഴുകുക. അവൻ ഗുരുവാകുമ്പോൾ നീ ലഘുവാകണം, അഥവാ നീ ലഘുവാണെങ്കിൽ മാത്രമേ ഗുരു നിന്നിലേക്ക് പ്രവഹിക്കൂ. യേശു പരമപരിശുദ്ധനാണ്. യേശു പരമപരിശുദ്ധനാണ് എന്ന ഏറ്റുപറച്ചിലാണ് യഥാർത്ഥത്തിൽ കൺഫഷൻ, ഏറ്റുപറച്ചിൽ. യേശു കുരിശിൽ കിടക്കുന്ന സംഭവം ഓർത്തു നോക്കാം. രണ്ട് കള്ളന്മാരുടെ നടുവിലാണ്. രണ്ട് കള്ളന്മാർ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ആദ്യം കേൾക്കുക. ഒരു കള്ളൻ യേശുവിനോട് പറയുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. സാമാന്യമായി പറയുന്ന ഒരു വെല്ലുവിളി പ്രാർത്ഥനയാണത്. നമ്മൾ ദൈവത്തെ പലപ്പോഴും അങ്ങനെ വെല്ലുവിളിക്കുന്നവരാണ്. നീ സർവശക്തനായ ദൈവമാണല്ലോ, നിനക്കൊന്നും അസാധ്യമല്ലല്ലോ, എങ്കിൽ ഇതൊന്ന് ചെയ്യും. രണ്ടാമത്തെ കള്ളൻ അവനെ ശാസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തവരാണെന്ന് നമുക്കറിയാം, നമുക്ക് നീതിപൂർവകമായ ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത്, ഇവനാകട്ടെ പരിശുദ്ധനാണ്, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ കള്ളൻ പറയുന്ന അനുതാപത്തിന്റെ വശം അവിടെയാണ്. കള്ളൻ ഈ കുറവ് അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ഈ ശിക്ഷയ്ക്ക് അർഹരാണ്, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവനാകട്ടെ പരിശുദ്ധൻ. ക്രിസ്തുവിന്റെ മുന്നിൽ നമുക്ക് എത്രത്തോളം അകലമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന കാര്യമാണത്. ഞാനും ദൈവവും തമ്മിൽ എങ്ങനെയാണ് ഒന്നിച്ചു ചേരുക? പരമപരിശുദ്ധനായ ഒരുവൻ, സ്വർഗാദി സ്വർഗത്തിന്റെ അധിപനാണെന്ന നിലയ്ക്ക് ഒരകലമല്ലത്. പരമപരിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള അകലം. ആ അകലം തിരിച്ചറിയുന്ന കള്ളൻ പറയുന്നത്, യേശുവേ, നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ നീ എന്നെ കൂടി ഓർക്കണമേ. രണ്ട് കാര്യം കള്ളൻ ഉറപ്പാക്കുന്നുണ്ട്. നീ പരമാധികാരിയാണെന്ന് കള്ളൻ ഉറപ്പിക്കുന്നു. രണ്ടാമത് നീ പരിശുദ്ധനാണെന്നും. അതോടൊപ്പം താൻ കുറവുള്ളവനാണെന്ന് ഒരു ഏറ്റുപറച്ചിൽ അയാൾ മറ്റേ കള്ളനോട് നടത്തുന്ന സംഭാഷണത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അയാളുടെ മനോനിലയാണത്. ആ ഏറ്റുപറച്ചിൽ അവന് നൽകുന്നത് പർദീസ അനുഭവമാണ്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. അപ്പോൾ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെർഫെക്ഷനിസമാണെന്ന് ഓർക്കണം. ആത്മീയ വഴിയിലേക്ക് പ്രവേശിക്കുകയും പ്രാർത്ഥനയിൽ പുരോഗമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു തന്നിൽ അഭിമാനം നമുക്കുണ്ടാവും. പ്രാർത്ഥിക്കുന്നുണ്ട്, കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന ചിന്ത. അതുകൊണ്ട് പലപ്പോഴും നാം പരാതിപ്പെടുന്ന പോലും ഉണ്ട്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്താണ് ദൈവമേ ഈ കുരിശെന്ന് നമ്മൾ ചോദിക്കുന്നു. കള്ളൻ പറഞ്ഞത് ഈ കുരിശ് അർഹമാണെന്നാണ്. നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും വന്നുകൂടാത്തതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, നമ്മൾ ദൈവസ്നേഹത്തിലാണല്ലോ, ആത്മീയ വഴിയിലാണല്ലോ എന്നാണ് നമ്മുടെ തെറ്റിദ്ധാരണ. നമ്മുടെ കുറവുകളിലേക്ക് നമ്മൾ നോക്കുന്നില്ല. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് പെർഫെക്റ്റ് ആകാനല്ല, നല്ലവനാകാനല്ല, നല്ലവനായ പരമപരിശുദ്ധനായവന് തിരിച്ചറിയാനാണ് ഹൃദയമുണരേണ്ടത്. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് നോക്കാൻ നമുക്ക് കഴിയുമ്പോൾ, അവനെ പരമപരിശുദ്ധനായിട്ട് ഏറ്റുപറയാൻ കഴിയുമ്പോൾ, നിശ്ചയമായും നമ്മുടെ കുറവുകളിലേക്ക് നാം നോക്കുകയും അനുതാപപൂർണം നമ്മുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി തുറക്കുകയും ചെയ്യും. ദൈവത്തെ സ്വീകരിക്കാനുള്ള ഹൃദയത്തിന്റെ വാതിൽ തുറക്കണമെങ്കിൽ അനുതാപം കൊണ്ടല്ലാതെ സാധ്യമല്ല. അതൊരു സമ്മതം കൊടുക്കലല്ല, അതൊരു ഏറ്റുപറച്ചിലാണ്. നീ പരമപരിശുദ്ധൻ, നിന്നെ സ്വീകരിക്കാൻ ഞാൻ യോഗ്യനല്ല. നിന്നെ സ്വീകരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ താഴ്മയെ നിന്റെ മുമ്പിൽ തുറന്നു വെക്കലാണ്. മത്തായി 8:8 തൻ്റെ വൃത്തിനെ സുഖപ്പെടുത്താനായി യേശുവിനോട് അപേക്ഷിക്കുന്ന ശതാധിപനോട് ഞാൻ അവിടെ വന്ന് സുഖപ്പെടുത്താമെന്ന് പറയുമ്പോൾ അവൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ യോഗ്യരാണെന്നാണ്. പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുമ്പോഴുള്ളത് യോഗ്യത നേടാനുള്ള ശ്രമത്തിലാണെന്നാണ്. നമ്മൾ ഒരിക്കലും ദൈവത്തെ സ്വീകരിക്കാൻ യോഗ്യരല്ല. നമ്മുടെ സ്വഭാവം ക്രിസ്തു പ്രകൃതത്തിന് ചേർന്നതല്ല. ഭാവാത്മകമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം നമ്മുടെ അയോഗ്യതയെക്കുറിച്ചുള്ള ഉറപ്പാണ്. ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുന്നവരാണ്. ഭൗതികമായും ആത്മീയമായും രണ്ട് ലോകങ്ങളില്ലെന്ന് ആദ്യമേ തിരിച്ചറിയണം. ഭൗതിക പ്രപഞ്ചത്തിലാണ് ആത്മീയ ലോകം വെളിപ്പെടുക. ആത്മീയ ലോകം എങ്ങനെയാണ്? ആത്മീയ ലോകം അവനവനെ തിരിച്ചറിയുന്ന ലോകമാണ്. അനുതാപപൂർണമായ ജീവിതമാണ്.
അതുകൊണ്ട് തിരിച്ചറിഞ്ഞവരൊക്കെ ജീവിതാന്ത്യത്തോളം ദൈവസന്നിധിയിൽ ഹൃദയതാപത്തോടെ ജീവിച്ചവരാണ്. അവരൊക്കെ കരഞ്ഞുകൊണ്ടേയിരുന്നു. വിശുദ്ധ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം നിരന്തരമായി വിലപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് കവിൾത്തളത്തിലൂടെ 2 കണ്ണുനീർ ചാലുകളുണ്ടായി, ചാലുകൾ കീറപ്പെട്ടു എന്നാണ് പറയാം. അത്രത്തോളം അനുതാപത്തോടെയാണ്. ദൈവാനുഭവത്തിന്റെ വേദി, ഹൃദയതലത്തിൽ അവനെ തിരിച്ചറിയുന്ന വേദി അനുതാപത്തിൻ്റെതാണെന്നാണ് അത് വെളിപ്പെടുത്തുക. നിരവധിയായ വിശുദ്ധാത്മാക്കൾ കർത്താവെ പാപിയായ എന്നിൽ കനിയണമേ എന്ന് നിരന്തരം കേണുകൊണ്ടിരുന്നവർ, അവരൊക്കെ ഈ ലോകത്തിന്റെ സന്നിധിയിൽ ജീവിച്ചത് നല്ലവരായിട്ടാണ്. നന്മ മാത്രം ചെയ്ത് ജീവിക്കുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മനമുരുകയാണ്. ആ സമയത്തൊക്കെ അവർ വ്യക്തിപരമായി കരുതിയിരുന്നത് തങ്ങളുടെ കുറവുകളും അയോഗ്യതകളും ദൈവത്തിനെതിരായി പോയല്ലോ എന്ന വേദനാപൂർണമായ ചിന്തയാണ്. അവരുടെ ഹൃദയത്തെ ഭരിച്ചിരുന്നത് അനുതാപമാണ്. അതുകൊണ്ട് നിരന്തരം അവർ ദൈവസന്നിധിയിൽ വിലപിച്ചുകൊണ്ടേയിരുന്നു, നീ പരമയോഗ്യൻ, ഞാനോ അശുദ്ധൻ. അപ്പൊ പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു ഭാവത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്, ആത്മാനുതാപത്തിലേക്കാണ്. വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുള്ളുകളെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രലോഭനങ്ങളെക്കുറിച്ച്. ആ പ്രലോഭനങ്ങൾ നിരന്തരം വേട്ടയാടുമ്പോൾ വിശുദ്ധ പൗലോസ് അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ പൗലോസിനോട് കർത്താവ് പറയുന്നത് നിനക്കെൻ്റെ കൃപ മതി എന്നാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളത് വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ അപൂർണതയും അയോഗ്യതയും നാം തിരിച്ചറിയണം. നമുക്കേറെ കുറവുകളും പോരായ്മകളും ഉണ്ട്. സമ്പൂർണത പ്രാപിക്കുന്നവന് പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. ദൈവമാണ് സമ്പൂർണനായവൻ, നല്ലവനായവൻ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ പൂർത്തീകരിക്കുന്നത് ദൈവമാണ്. പെർഫെക്റ്റായ ഒന്നിന് വീണ്ടും ഒരു അഴിച്ചുപണിയുടെ ആവശ്യമില്ല, എന്തെങ്കിലും നിറയേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റായ ഒന്നിന് പിന്നെ മാറ്റമുണ്ടാകേണ്ടതില്ല. നമുക്ക് നമ്മുടെ ഭൗതികതയിൽ നിന്ന്, ഭൗതിക താല്പര്യങ്ങളിൽ നിന്ന്, ലോകാനുരൂപത്വത്തിൽ നിന്ന് ഒരു വിമോചനം ആവശ്യമുണ്ട്. നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്ത നിരവധി മേഖലകളുണ്ട്. ക്ഷമിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നമ്മുടെ അകത്തുണ്ട്. സഹിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ എത്രത്തോളം നമുക്ക് കഴിയും? മറ്റുള്ളവർക്ക് വേണ്ടി അളന്നു മുറിച്ചൊക്കെ നമ്മൾ പലതും ചെയ്യും. പക്ഷെ നിരുപാധികം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നെ എടുത്തുകൊള്ളുക എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുമോ? യേശു അത് പറയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ. വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറയുമ്പോൾ അപ്പമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അതിന് സാധാരണയിൽ കവിഞ്ഞ അർത്ഥമുണ്ട്. കാരണം അപ്പത്തിന് ഇതിന് പരാതിയില്ല. അപ്പം കഴിക്കുമ്പോൾ കടിക്കരുതെന്ന് പറയാൻ പറ്റും. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ അവരോട് ഒരു ഉപാധി വയ്ക്കുന്നുണ്ട്. മുറിച്ച് വിളമ്പുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു ഉപാധി വയ്ക്കുന്നുണ്ട്, നിങ്ങളെന്നെ നോവിക്കരുത്. ഒരപ്പം കഴിക്കാൻ നമ്മൾ എടുക്കുമ്പോൾ അപ്പം നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്നെ ചവച്ചരയ്ക്കാതെ കഴിക്കണം, എന്നെ നോവിക്കരുത്. നമ്മൾ അപ്പം പിന്നെ കഴിക്കില്ല, കാരണം ആ അപ്പത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. നമ്മൾ സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്നു, സ്നേഹത്തിൽ വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കാം, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം, പക്ഷെ നിങ്ങൾ കടന്നു കയറരുത്. യേശു അപ്പമായിട്ട് സ്വയം സമർപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു കാര്യമുണ്ട്. പരാതിയില്ലാതെ, പരിഭവമില്ലാതെ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവരന് വേണ്ടിയാണെന്ന ബോധ്യത്തോടെ അവരന് ജീവൻ ഉണ്ടാകുക എന്നതിനേക്കാൾ കവിഞ്ഞ ഒരു ലക്ഷ്യവും തനിക്ക് വ്യക്തിപരമായി ഇല്ലാതാക്കാൻ കഴിയുക എന്നൊരർത്ഥം ഈ അപ്പത്തിനുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. എങ്ങനെയാണ് നമ്മുടെ മുറിച്ചു വിളമ്പലുകൾ? നമ്മുടെ സ്നേഹം അപൂർണമാണ്. ഒരിക്കലും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. സ്നേഹിക്കപ്പെടാനുള്ള ദാഹം ഏറി വരികയും സ്നേഹിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നൊരു ദൗർഭാഗ്യത്തിനാണ് നമ്മുടെ ജീവിതം. മറ്റുള്ളവർ നമ്മെ പരിഗണിക്കണമെന്നും അംഗീകരിക്കണമെന്നും സ്നേഹിക്കണമെന്നും സ്വീകരിക്കണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള കുറുക്കു വഴിയായിട്ട് നമ്മൾ അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. ഒരു വേദിയിലിരുന്ന് രണ്ടുപേർ പരസ്പരം സ്തുതിച്ച് സംസാരിക്കുന്ന പോലെയാണ്. ഒരാൾ എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണ്, ഈ പറഞ്ഞ വേദിയിലിരിക്കുന്ന ഈ മഹാമാന്യൻ എനിക്ക് അടുത്തറിയാവുന്ന ആളാണ്, ഇയാൾ എത്ര നല്ല മനുഷ്യനാണ്, മഹാപ്രതിഭയാണ് എന്ന് ഒരാൾ വാഴ്ത്തുന്നു. ആ വാഴ്ത്തുപാട്ടിന് ശേഷം അയാൾ ഇരിക്കുന്നു, മറ്റേയാൾ എഴുന്നേൽക്കുന്നു, അയാൾ ഇയാളെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. ഇത് വെറുതെ ഒരു കഥയായിട്ട് പറഞ്ഞതല്ല, ഒരു വേദിയിൽ വെച്ച് കേൾക്കാനിടയായ കാര്യമാണ്. ഇങ്ങനെ പരസ്പരം ബഹുമാനിക്കുന്ന, ആദരം കൊടുക്കുന്ന ഒരു സ്വഭാവം ലോകത്തിൻ്റെതാണ്.
അത് ആത്മീയമായൊരു ബന്ധമുള്ള കാര്യമല്ല. ലോകത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ ആദരം ആഗ്രഹിക്കുകയും സ്നേഹം ആഗ്രഹിക്കുകയും മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് വേണ്ടി സ്വയം എപ്പോഴും കാത്തിരിക്കുകയും ചെയ്യുന്ന മനോഭാവമുണ്ട് നമുക്ക്. നമ്മുടെ പരിമിതിയാണത്. ആ പരിമിതിയാണ് പലപ്പോഴും ദൈവത്തെ പോലും സ്വന്തമാക്കി വയ്ക്കാനാണ് നമുക്ക് ആഗ്രഹം. ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് പറയാനല്ല. വിശുദ്ധ പൗലോസ് അത് പറയുന്നുണ്ട്, ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാനോ ഇനിയും അത് സ്വന്തമാക്കിയിട്ടില്ല. നാം ക്രിസ്തുവിനെ സ്വന്തമാക്കില്ല, ക്രിസ്തു നമ്മെ സ്വന്തമാക്കി. അവൻ നമ്മെ വീണ്ടെടുത്തു, അവൻ്റെതാക്കി മാറ്റി. ഇനി എനിക്ക് എൻ്റെതായ അഭിപ്രായമില്ല, എനിക്ക് എൻ്റെതായ ജീവിതമില്ല, എനിക്ക് എൻ്റെതായ സ്നേഹമില്ല, എനിക്ക് താല്പര്യങ്ങളൊന്നും എൻ്റെതായിട്ടില്ല. അത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്രകാരം ഒരു സ്വയമുപേക്ഷയുടെ മനോഭാവത്തിലേക്ക് ഉയരാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ അറിയാം, സ്നേഹത്തിൽ വലിയ വീഴ്ച വന്നു പോയവരാണ് നമ്മൾ. ക്രിസ്തുവിനെ പ്രതി ആകാൻ കഴിയാതെ പോയവർ. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ക്രിസ്തുവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ. യേശുവിനെ അനുഭവിക്കണമെങ്കിൽ കുറുക്കു വഴികളൊന്നുമില്ല. സ്വന്തം കുറവുകളെ തിരിച്ചറിയുകയും അനുതാപപൂർണ്ണം അവൻ്റെ മുമ്പിലായിരിക്കുകയും ചെയ്യുക. നമ്മുടെ ബലഹീനതകൾ ഏറ്റു പറയുക. 100 കുറവുകളുള്ളവർ, നീ പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ കഴിയാത്തവർ. സ്നേഹിക്കുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം. അവനവനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായി? നമ്മളെപ്പോഴും പറയും ആത്മാർത്ഥമായിട്ടാണ്. അതിന് രേഖ വേണം കയ്യിൽ. രേഖയുണ്ട് സ്നേഹിച്ചതിന്. മറ്റുള്ളവരെ സ്നേഹിച്ചതിനുള്ള രേഖ എന്താണ്? നാം ഏറ്റ മുറിവുകളാണ് സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ. ക്രിസ്തു മാനവകുലത്തെ മുഴുവൻ സ്നേഹിക്കുന്നു, പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നു. അടയാളം എന്താണ്? 5 മുറിവുകളാണ്. ഒരിക്കലും ഉണങ്ങാത്ത, എപ്പോഴും രക്തം കിനിയുന്ന 5 മുറിവുകൾ. ആ മുറിവുകളാണ് ലോകത്തോട് പറയുന്നത് ദൈവം സ്നേഹിക്കുന്നു, സ്നേഹമാണെന്ന്. ആ മുറിവുകളാണ് ലോകത്തോട് പറയുന്നത് ദൈവം സ്നേഹമാണെന്ന്. നിന്നെയും എന്നെയും അവിടുന്ന് സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളം മറ്റൊന്നല്ല. വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥനയുടെ ഔന്നിത്യത്തിൽ ഇപ്രകാരം മുറിവേൽക്കുന്നുണ്ട്. അങ്ങനെ മുറിവുകൾ കാട്ടി ലിയോയോട് ഫ്രാൻസിസ് പിതാവ് പറയുന്നത് ദൈവം സംസാരിച്ചു എന്നാണ്. ദൈവത്തിൻ്റെ സംസാരം നാം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധരിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ജീവിതത്തിലുണ്ടായ മുറിപ്പാടുകളൊക്കെ സ്നേഹാനുഭവങ്ങളായി തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. മുറിവേറ്റാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ കഴിയൂ. സ്നേഹം കൊടുക്കുക എന്നതാണ് ധർമ്മം. സ്നേഹം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ നാം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പിടിച്ചു വാങ്ങാനാണ്. പലതരത്തിൽ, ബലപ്രയോഗം കൊണ്ട്, വൈകാരികമായ ചൂഷണം കൊണ്ട്, പലതരത്തിൽ പ്രലോഭിപ്പിച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കൊക്കെ നിന്നുകൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെന്നെ സ്നേഹിക്കണം, അവരെന്നെ ഞാൻ സ്നേഹിക്കുമെന്നൊരു ശാഠ്യം ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ജീവിതമാകെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ബോധ്യമാകുന്നത് നാം ഇങ്ങനെ സ്നേഹം കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളല്ലാതെ ഹൃദയപരമായി അവരിന് വേണ്ടി മരിക്കാമെന്നൊരു തീരുമാനം നാം എടുത്തിട്ടില്ല. രണ്ടാമത്, നമുക്ക് ക്ഷമിക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട്? ക്ഷമ എപ്പോഴും അപൂർണമായിട്ടാണ്. ഇന്ന് ക്ഷമിക്കും, നാളെ വീണ്ടും പഴയത് തന്നെ ഓർക്കും. അങ്ങനെ അയവെട്ടൽ തുടർന്നുകൊണ്ടേയിരിക്കും. ക്ഷമിച്ചാൽ ഒരിക്കലും ക്ഷമിച്ചു തീരില്ല. എത്രയോ വട്ടം ക്ഷമിച്ചാലും വീണ്ടും വീണ്ടും പഴയ മുറിവുകൾ ഉണരുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിൽ പഴയ വേദനകൾ ഉണരും. നമുക്കിപ്പോഴും ക്ഷമിക്കാനായിട്ടില്ല, അവരിനോടൊരു വിഷമമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. നിന്നോട് തെറ്റ് ചെയ്യുന്നവനോട് അങ്ങനെ ക്ഷമിക്കണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ക്ഷമ നിരുപാധികമാണ്. നമ്മൾ തെറ്റേറ്റ് പറഞ്ഞപ്പോഴല്ല ക്രിസ്തു ക്ഷമിച്ചത്, നമ്മൾ ഏറ്റു പറയുന്നതിന് മുൻപ്. ക്രിസ്തു അങ്ങനെയാണ്. നമ്മേക്കാൾ ഉന്നതമായ ക്ഷമയും സ്നേഹവുമാണ് ക്രിസ്തുവിൻ്റേത്. അവിടെ നിന്ന് നിരുപാധികമാണ് ക്ഷമിക്കുന്നത്. പക്ഷെ ലൂക്കാ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ അവിടെ നിന്ന് പറയുന്നത്, 4-ാം തിരുവചനത്തിൽ പറയുന്നത്, നിന്നോടൊരുവൻ തെറ്റ് ചെയ്തിട്ട് അവൻ പശ്ചാത്തപിച്ചാൽ നീ അവനോട് ക്ഷമിക്കണം. അപ്പം എത്രയോ പ്രാവശ്യം നിന്നോട് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചാൽ നീ ക്ഷമിക്കണമെന്നാണ് പറയുക. ശിഷ്യന്മാർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല, സ്വീകരിക്കാൻ പറ്റുന്നില്ല. ക്ഷമ കണ്ടാലേ അങ്ങനെ ക്ഷമിക്കാൻ പറ്റും. അങ്ങനെ ക്ഷമ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യേശു പറയുന്നുണ്ട് ലൂക്ക 17:6, ഈ സിക്കമൻ വൃക്ഷത്തോട് ഇവിടെ നിന്ന് കടലിൽ പോയി വേറിറക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും, ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. കടുകുമണിയെ ഉദ്ദേശിക്കുന്ന ഏറ്റവും ചെറിയ വിശ്വാസം എന്ന നിലയ്ക്കാണ്. അതിന് വേറെ ഉദാഹരണമൊന്നും കൊണ്ടുവരേണ്ടതില്ല. ഏറ്റവും ചെറിയ തരത്തിൽ തരിമ്പോളം വിശ്വാസം ഉണ്ടെങ്കിൽ സിക്കമൻ വൃക്ഷം കടലിൽ പോയി വേറിറക്കും. പരമക്ഷമയായ പരമനന്മയായ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ
ക്ഷമിക്കാൻ കഴിയും. ക്രിസ്തുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കുരിശിൽ കിടന്ന് പിടയുന്ന അവനിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അപ്പോഴറിയാം നമ്മുടെ ക്ഷമ എത്രത്തോളം അപൂർണമാണെന്ന്. ഈ സിക്കമൻ വൃക്ഷത്തോട് കടലിൽ പോയി വേർതിരിക്കാൻ പറയുന്നത് എന്ത് കാര്യവും സാധിക്കും എന്ന നിലയ്ക്കാണെന്നൊക്കെ വ്യാഖ്യാനം കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ പറഞ്ഞെന്താണ്? നമുക്കൊരിക്കലും സാധിക്കാത്ത കാര്യം എന്താണ്? അസാധ്യമായ കാര്യം. അത് നമ്മുടെ ഹൃദയത്തെ മാറ്റുക എന്നുള്ള കാര്യമാണ്, നമ്മുടെ മനോഭാവത്തെ മാറ്റുക എന്നുള്ള കാര്യമാണ്. നമുക്ക് എളുപ്പമല്ല അത്, അതൊരു അസാധ്യ കാര്യമാണ്. ക്ഷമിക്കുക ഒരു അസാധ്യ കാര്യമാണ്. അസാധ്യമായ ആ ക്ഷമിക്കുക എന്ന കാര്യത്തെ ക്രിസ്തുവിൽ സാധ്യമാക്കാനാകും എന്നാണ് അവിടെ നിന്ന് പറയുക. അപ്പോൾ ക്ഷമിക്കാൻ കഴിയുന്നില്ല, കൊടുക്കാൻ, നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല, അവരുടേതാണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. എല്ലാവരും എൻ്റേതാണെന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്, ഞാൻ മറ്റുള്ളവരുടേതാണെന്ന് പറയാൻ അത്ര എളുപ്പമല്ല. ഇനിയും നോക്ക്, സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ജീവിതത്തിൽ ഏത് വേദനാകരമായ സാഹചര്യങ്ങളെക്കുറിച്ചും പരിതാപമുള്ളവരാണ് നമ്മൾ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഈ സഹനത്തിന് വിരുദ്ധമായവ നമ്മെ കാണാൻ പറ്റും. കാലിലൊരു മുള്ളു കൊണ്ടാൽ അത്രയും നേരമുള്ള എല്ലാ ആത്മീയതയും നഷ്ടപ്പെടും. ഒരു തലവേദന വന്നാൽ ജീവിതത്തിൽ അന്ന് വരെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ മറന്നുപോകും. ഒരു രോഗം വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ആകെ ദൈവം ഇടപെട്ടതെല്ലാം മറന്നുപോകും. അങ്ങനെ മറക്കാത്തൊരാളെ എനിക്ക് ഓർമ്മയുണ്ട്. തൃപ്പൂണിത്തുറയിൽ വികാരിയായിരുന്ന വർഗീസ് കാട്ടുപറമ്പിലച്ഛൻ. അച്ഛന് പോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ക്യാൻസർ വന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ ഞാൻ ചെന്നു. എനിക്ക് അദ്ദേഹം അനുഭവിക്കുന്ന രോഗാവസ്ഥയിൽ വലിയ ഉത്കണ്ഠയും സങ്കടവും ഉണ്ടായിരുന്നു. ഞങ്ങൾ അടുത്ത സൗഹൃദമൊന്നും പുലർത്തിയിരുന്ന ആളുകളല്ലെങ്കിലും എനിക്ക് അച്ഛനെ വലിയ കാര്യമായിരുന്നു, അച്ഛൻ എന്നെയും വലിയ കാര്യമായിരുന്നു. അപ്പം ഞാൻ ചെന്ന് രോഗവിവരങ്ങൾ തിരക്കി. അച്ഛൻ എന്നോട് അതിലേറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം, 60 വയസ്സ് വരെ ഒരു രോഗവുമില്ലാതെയാണ് കർത്താവ് എന്നെ നടത്തിയത്. അവസാന സമയത്ത് എന്നിൽ നിന്ന് കർത്താവ് ഇത് ആവശ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഈ സഹനം എനിക്കൊരു ഭാരമല്ല. ഇനി അദ്ദേഹത്തെ സഹിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല, കാരണം അദ്ദേഹം അത് സ്വീകരിച്ചു. സഹനമായിട്ട് കാണുന്നില്ല, ദൈവത്തിൻ്റെ സമ്മാനമായിട്ട് തിരിച്ചറിയുന്നു. വിശുദ്ധാത്മാക്കളിലൊക്കെ നമുക്കത് കാണാം. അൽഫോൻസയായാലും വിശുദ്ധ കൊച്ചുലേസി ആയാലും അവരൊക്കെ ജീവിതത്തിൽ നേരിട്ട പ്രതികൂലങ്ങൾ ഇപ്രകാരം സ്നേഹഭാവത്തോടെ സ്വീകരിച്ചവരാണ്. അവർക്ക് സഹനമില്ല. നമ്മളവരെ സഹനദാസിമാർ എന്നൊക്കെ വിളിക്കും. യഥാർത്ഥത്തിൽ അവർക്ക് പ്രണയമാണ് ക്രിസ്തുവിനോട്. ആ പ്രണയത്തിൻ്റെ പാരമ്യത്തിൽ അവർക്ക് വേദനകളൊന്നും അനുഭവപ്പെടുന്നില്ല. കാണുന്നത് നമുക്ക് വേദന അനുഭവപ്പെടുന്നു, അവർക്കങ്ങനെയില്ല. നമ്മളാണ് അവരെ സഹനദാസി എന്നൊക്കെ പേരിട്ട് വിളിക്കുക. അവർ വിളിച്ച പേരോ പറഞ്ഞു തന്ന പേരോ ഒന്നും അല്ലാതെ. അപ്പം അതുകൊണ്ട് സഹനം നമുക്ക് കഠിനതരമാവുന്നു, കൊടുക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല, സമ്പൂർണമായി സമർപ്പിക്കാൻ കഴിയുന്നില്ല. ജീവിതം ഈ നിമിഷം നിന്റെ കരങ്ങളിലാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് ഉറപ്പോടെ പറയാൻ നമുക്ക് ബലം പോരാ. അടുത്ത നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലേ കർത്താവെന്നാണ്. ചിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കിങ്ങനെ പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിയണം. ആത്മീയ വഴിയിൽ പുരോഗമിക്കുമ്പോൾ നമ്മുടെ പരിമിതികളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരും. ആ പരിമിതികളെ തിരിച്ചറിയുകയും ആ പരിമിതികളോടും കുറവുകളോടും കൂടെ അനുതാപപൂർണ്ണ ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ആത്മീയത. അതിനപ്പുറമുള്ള ദിവ്യാനുഭവങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ നിരർത്ഥകങ്ങളാണ്, ആത്മാവിന് ഗുണകരമായ കാര്യങ്ങളല്ല. അനുഭൂതികളും വരങ്ങളുമല്ല, അടയാളങ്ങളും അത്ഭുതങ്ങളുമല്ല വിശ്വാസത്തിനെ ജ്വലിപ്പിക്കുന്നത്. അത് അനുതാപമാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നതിൽ നിന്ന് എനിക്ക് ദൈവത്തോടുണ്ടാകുന്ന പ്രണയവും ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നതിലുണ്ടാകുന്ന ഹൃദയം നീറ്റുന്ന വേദനയുമാണ് വാസ്തവത്തിൽ ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം. അവിടെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാം. അവൻ്റെ മുറിവുകൾ നിങ്ങളുടേത് കൂടിയാണെന്ന തിരിച്ചറിവിലേക്ക് ഉയരാൻ കഴിയും. ശിരറ്റം പ്രിയപ്പെട്ടവരെ, അപ്രകാരം നല്ലവരാകാനുള്ള ശ്രമമല്ല, കുറവുകളുള്ളവരാണെന്ന ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ വ്യാപരിക്കലാണ് പരമപ്രധാനം എന്ന ചിന്തയിലേക്ക് നമുക്ക് വരാം. ഏതു പ്രാർത്ഥനയും ഏതു ധ്യാന സാധനയും ദൈവാനുഭവത്തിൻ്റെ വേദിയാകുന്നത് ഈ മനോഘടന നമുക്കുണ്ടാകുമ്പോഴാണ്. ഈ മനോഘടനയിലേക്ക് വരാൻ, ആത്മാനുതാപത്തിലേക്ക് വരാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കുറവുകളും പരിമിതികളും ഒക്കെ നമുക്കൊന്ന് ഓർത്തു നോക്കാം. ദൈവസന്നിധിയിൽ അവയൊക്കെ ഏറ്റുപറയാം. കർത്താവിൻ്റെ ക്ഷമയും സ്നേഹവും സ്വീകരിക്കാം. കൃപ നമ്മിലേക്ക് ഒഴുകുന്നത് അനുഭവിക്കാം. ദൈവികത
നമ്മുടെ മാനുഷികതയെ ഭരിക്കട്ടെ. അങ്ങനെ നിർമ്മല സ്നേഹത്തിൻ്റെ സാക്ഷികളായി ലോകത്ത് ജീവിക്കാൻ നമുക്കേവർക്കും ഇടയാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.